അസാമാന്യമായ ഭാവാഭിനയം കൊണ്ടും കരുത്തുറ്റ വില്ലൻ വേഷങ്ങൾ കൊണ്ടും മലയാള സിനിമാ പ്രേക്ഷകരെ അതിശയിപ്പിച്ച അച്ഛന്റെ പാരമ്പര്യവുമായി സിനിമാ രംഗത്ത് വേരുറപ്പിക്കുന്ന ഒരു മകൻ ശ്രീജിത്ത് രവി. വിശാലിനൊപ്പം കഥകളി, കാവ്യമാധവൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ആകാശവാണി തുടങ്ങി ഒരു പിടി പുതിയ ചിത്രങ്ങളിൽ വളരെ ശക്തമായ കഥാപാത്രങ്ങളുമായി തന്റെ സാന്നിധ്യം അറിയിക്കാൻ തയ്യാറെടുക്കുകയാണ് ശ്രീജിത്ത് രവി ഇപ്പോൾ. തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും പുതിയ ചിത്രങ്ങളെക്കുറിച്ചും ഈ തൃശ്ശൂർക്കാരൻ ബിഗ് ന്യൂസിനോട് മനസ്സു തുറക്കുന്നു. നമസ്കാരം. എൻ്റെ കുറച്ച് പുതിയ സിനിമാ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ വിശേഷം കഥകളി എന്ന് പറയുന്ന എൻ്റെ 4ാമത്തെ തമിഴ് സിനിമ റിലീസായി. ഓരോ വർഷവും ഓരോ തമിഴ് സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സത്യത്തിൽ പോകുന്നത്. വിശാലാണ് കഥകളിയിലെ നായകൻ. ഞാൻ ഇതുവരെ ചെയ്ത തമിഴ് സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മീറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ചെന്നൈയിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ തീർത്തൊരു പടമാണ്. ഫ്ലഡൊക്കെ വരുന്ന സമയത്തൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രം തിരിച്ച് നാട്ടിലേക്ക് വന്ന ആളാണ് ഞാൻ. തമിഴിൽ കൂടുതലും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ കഥകളിയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്, പക്ഷേ അതിന് അടിസ്ഥാനപരമായിട്ടൊരു ഡാർക്ക്നെസ് ഉണ്ട്. എൻ്റെ ക്യാരക്ടർ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മലയാളത്തിൽ പോത്തൻ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ്. അതുപോലെ അടൂരും തോപ്പലും അല്ലാത്തൊരു ഭാഷയിൽ സൂര്യയും ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ്. പക്ഷേ പുണ്യാളൻ ചെയ്ത പോലെയുള്ള ഹ്യൂമറല്ല ഇത് രണ്ടും. പോത്തൻ കുറച്ചൊക്കെ ഒരു സ്ലാപ്സ്റ്റിക് മൂഡിലേക്ക് പോകുന്നൊരു ക്യാരക്ടറാണ്. എന്താ പറയുക, പുണ്യാളൻ ഭയങ്കര അയാളുടെ ആത്മാർത്ഥമായ വേദനയാണ് ആൾക്കാരെ ചിരിപ്പിച്ചതെങ്കിൽ പോത്തൻ്റെ ഒരു പക്ഷേ മണ്ടത്തരങ്ങളായിരിക്കും ആൾക്കാരെ ചിരിപ്പിക്കുക. പിന്നെ ഞാൻ ഹ്യൂമർ വല്ലാണ്ട് ഓവർഡൂ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം പുണ്യാളൻ വർക്കൗട്ടായി, നല്ല രീതിയിൽ വർക്കൗട്ടായി. എല്ലാം കൂടി 3 ദിവസം ട്രിപ്പ് ഇല്ലേ മുതലാളി? 3 ദിവസത്തെ ട്രിപ്പ് ഒന്നും ഇല്ല മുതലാളി. 3 ദിവസം കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ ദിവസമാക്കട്ടെ കാര്യം ഞാൻ പറയണേ. അതെങ്ങനെയാ മുതലാളി? ഒന്നുമില്ല, ഇവിടുന്ന് രാത്രി നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് പോയിട്ട് അവിടുന്ന് പാക്കിംഗ് കേസുകൾ എടുക്കാം. അത് ഇവിടെ കൊണ്ട് തട്ടുക, ഒരു ചായ കുടിക്കുക, നേരെ പോവാ. രാവിലെ ആകുമ്പോഴേക്കും ദേവസ്വം ബോർഡിന്ന് ഇവിടെ പിണ്ടോ എടുക്കാം. അത് ഇവിടെ കൊണ്ടുവന്ന് ആ ലോഡ് സ്റ്റോക്ക് ചെയ്യാം, ഒരു ചായ കുടിക്കുക. പിന്നെ നമ്മൾ നേരെ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോവാം, അവിടുന്ന് ലോഡ് എടുക്കാം, അത് ഇവിടെ കൊണ്ട് തട്ടുക. അത്രേ ഉള്ളൂ. ചായ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് കുടിച്ചോ. അപ്പോൾ ഞാൻ പരമാവധി വേഴ്സറ്റാലിറ്റി എന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്, ക്യാരക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നല്ല നെഗറ്റീവ് വേഷങ്ങൾ, നല്ല കൊട്ടേഷൻ വേഷങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് നല്ല തമാശ വേഷങ്ങൾ, ഇടയ്ക്ക് യോബിൻ്റെ പുസ്തകം പോലെയുള്ള വളരെ നല്ല വാലുകളായിട്ടുള്ള ക്യാരക്ടർ വേഷങ്ങൾ, അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ വില്ലന്മാർ ഇല്ലാതായി എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. മലയാള സിനിമ മാറിയപ്പോൾ സിനിമ ആൾക്കാർ ചിന്തിക്കുന്ന, സിനിമ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഫ്രഷ് എനർജി ഒരുപാട് സിനിമയിൽ വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കഥാപരമായിട്ട് വില്ലനാണെന്ന് തോന്നുന്ന ചില ആൾക്കാർ വന്നാൽ പോലും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാൾ ഹീറോ തന്നെയാണ് സിനിമയിൽ. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ബേസിക്കലി ഹീറോസാണ്. ഇപ്പോൾ ഇന്നത്തെ മലയാള സിനിമ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു പർട്ടിക്കുലർ വില്ലൻ എന്നൊരു ക്യാരക്ടർ ഇല്ല. അയാളുടെ സാഹചര്യം കൊണ്ട് ഒരു പക്ഷേ ഒരാൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് വില്ലനായി തോന്നുമെങ്കിലും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പെർഫെക്റ്റ് ആണ്. ഒരു പക്ഷേ ജോസ് പ്രകാശ് സാറിനൊക്കെ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്തിരുന്ന പോലത്തെ അദ്ദേഹം വേറെ കുറേ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ജോസ് പ്രകാശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഗ്ലൗസും പൈപ്പും വെച്ച് ഗൗണൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വില്ലൻ, ഇംഗ്ലീഷൊക്കെ പറയുന്ന വില്ലനാണ്. അതൊരു ക്യാരക്ടറൈസേഷൻ ആയിരുന്നു പണ്ട് കാലത്ത്. അതൊരു ആവശ്യമായിരുന്നു അന്നത്തെ സിനിമയിൽ. എന്നാൽ ഇന്നത്തെ സിനിമയിൽ അതൊരു ആവശ്യമല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല സിനിമയിൽ. റിയൽ ലൈഫിൽ അങ്ങനത്തെ ക്യാരക്ടർ ഒരു പക്ഷേ ഇല്ലാത്തതുകൊണ്ടായിരിക്കും സിനിമയിലും അത്തരം ക്യാരക്ടർ ഇപ്പോൾ വരുന്നില്ല. റിയൽ ലൈഫിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സിനിമകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ചെയ്തിരുന്ന പണ്ട് കാലത്തെയുള്ള ഒരുപാട് സിനിമകളിൽ എനിക്ക് തോന്നുന്നത് അബ്കാരിയായിട്ടും മറ്റു വേഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ബലാത്സംഗം ഇന്ന് സിനിമയിലില്ല. അപ്പോൾ ദുഃഖം കൊണ്ട് പറയല്ല, അപ്പോൾ അത്തരം വേഷങ്ങൾ ഇപ്പോൾ സത്യത്തിൽ എന്നെ അന്വേഷിച്ച് വരുന്നുമില്ല. അപ്പോൾ അത്തരം ചില സിനിമയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ അച്ഛൻ ചെയ്ത പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ റീമേക്കുകളാണ്. പല റീമേക്കുകളിലും അച്ഛൻ ചെയ്ത വേഷങ്ങളെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് കമ്പാരിസണ് എനിക്ക് സത്യത്തിൽ ഭയമുള്ളതുകൊണ്ട് ഞാൻ അത്തരം വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ 1921, പാവം ക്രൂരൻ, സതയം, അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റീസാണ് അച്ഛന് തന്നെ. ധ്രുവം ഒക്കെ അച്ഛന് തന്നെ വൺസ് ഇൻ ലൈഫ് ടൈമാണ്. അത് വീണ്ടും അതുപോലത്തെ ഒരു വേഷം എനിക്ക് വരും എന്നൊക്കെ വിശ്വസിക്കുന്നത് ഇംപ്രാക്ടിക്കലാണ്. പക്ഷേ അതിൻ്റെ ശക്തിയുള്ള മറ്റ് കഥാപാത്രങ്ങൾ വരുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്.
ഞാൻ നാടകമായിരുന്നു എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മഹേഷ് ദത്താനിയുടെ കൂടെ കുറേ നാടകങ്ങൾ, ബാംഗ്ലൂർ ഒരുപാട് നാടകങ്ങൾ, ഇംഗ്ലീഷ് പ്ലേസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഹരിശ്രീ സ്കൂൾ, തൃശ്ശൂർ ഹരിശ്രീ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ തന്നെ എൻ്റെ പ്രിൻസിപ്പൽ നളിനി മിസ് ഒരുപാട് നാടകങ്ങളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവിടെ ഒരുപാട് കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ MBA ചെയ്യുന്ന സമയത്താണ് ഞാൻ നാടകം വളരെ സീരിയസ് ആയിട്ട് മഹേഷ് ദത്താനിയുടെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നാടകത്തിന് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ നാടക സൗഹൃദം എന്ന് പറഞ്ഞിട്ടൊരു അമച്വർ നാടക സംഘത്തിൻ്റെ കൂടെ കുറേ നാൾ ഉണ്ടായിരുന്നു. കുറേ നാടകങ്ങൾ ഇവിടെ മലയാളത്തിൽ ചെയ്തു. അതിൻ്റെ ഇടയിലാണ് മയൂഖത്തിന് വേണ്ടി ഒരു പത്രപരസ്യം കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്തു, അത് സെലക്റ്റായി. അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു, അച്ഛൻ്റെ റെഫറൻസൊക്കെ ഞാൻ കൊടുത്തിരുന്നു അന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ അകത്തൊരു സൈജുവിൻ്റെ കൂടെ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്തു. അങ്ങനെയാണ് തുടക്കം. പിന്നെ നവംബർ റെയിന്, ചാന്ത് പൊട്ട്, ബൈ ദ പീപ്പിൾ, അങ്ങനെയുള്ള ചില സിനിമകൾ ചെയ്തു. ചാന്ത് പൊട്ടാണ് കമേഴ്ഷ്യലിയും കൂടി ഒരു വൻ വിജയമായതുകൊണ്ട് 2-3 സീനെ ചെയ്തുള്ളെങ്കിലും ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടെന്ന് പിന്നീട് ആൾക്കാർക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു പക്ഷേ ചാന്ത് പൊട്ടായിരിക്കാം. വാലിഡായിട്ടുള്ള, കുറച്ചാണെങ്കിലും കുറച്ച് വളരെ വാലിഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ ആ പടം ഒരുപാട് കമേഴ്ഷ്യൽ വിജയം വന്നൊരു പടമാണ്. പരമാവധി എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെയാണ് കഥ തുടർന്നു പോലെയുള്ള സിനിമകൾ, അടൂർ ഗോപാലകൃഷ്ണൻ 4 പെണ്ണുങ്ങൾ, അപ്പോൾ മനുഷ്യൻ 90 ഡേയ്സിൽ ശിവരസൻ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കരിയറിൽ ചില ഹൈലൈറ്റ്സ് ഓരോ വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്കുകൊണ്ട് 2013 പുണ്യാള നഗരപതി, വെടി വഴിപാട്, മെമ്മറീസ്, കിളിപോയി, അങ്ങനെ വളരെ വേരിയഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അങ്ങനെ ഒരുപാട് ഒരു രീതിയിലും കണക്ഷൻ ഇല്ലാത്ത വളരെ മിറിയഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ സാധിച്ചത് എനിക്കൊണ്ട് 2013 എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല രസകരമായ കഥാപാത്രം നമുക്ക് കിട്ടാനും സാധ്യത ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മലയാളത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടും മലയാളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ സമയം അനുവദിക്കുന്ന രീതിയിൽ ചെയ്യാവുന്ന തമിഴും തെലുങ്കും മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ചാക്കോച്ചൻ ഹീറോ ആയിട്ടുള്ള വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, ചാക്കോച്ചൻ, ശ്യാമിലി, ഞാൻ, സൈജു കുറുപ്പ്, അങ്ങനെ തുടങ്ങിയ സുരേഷ് കൃഷ്ണ, മനോജ് കെ ജയൻ, രഞ്ജി പണിക്കർ, ഒരു വലിയ സ്റ്റാർ കാസ്റ്റിനുള്ളൊരു നല്ലൊരു ഋഷി സംവിധാനം ചെയ്യുന്ന സിനിമ. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ വീട്ടിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2ാമത്തെ മകൻ 1 വയസ്സായി. എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലും നിർബന്ധമായിട്ടും പറയേണ്ട 2 കാര്യങ്ങളാണ് എൻ്റെ 2 മക്കളുടെയും പേര്. ആദ്യത്തെ ആൾ ഇപ്പോൾ 7 വയസ്സായി, അവൻ്റെ പേര് റിജ് രശ്വ എന്നാണ്. 2ാമത്തെ ആളുടെ പേര് ഋതുഞ്ജയ് എന്നാണ്. അപ്പോൾ കനപ്പെട്ട സാധാരണ 2 പേരുള്ള സജിത, ശ്രീജിത്ത് എന്ന 2 പേരുള്ള ദമ്പതികൾക്ക് കുറച്ച് കനപ്പെട്ട പേരുള്ള 2 മക്കൾ, അത്ര കൂട്ടിയാൽ മതി. ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. പറയുമ്പോൾ അച്ഛൻ്റെ വിശേഷങ്ങൾ പറയും. അച്ഛൻ കുറേ നാളായിട്ട് ആഫ്രിക്കയിലാണ്, ബോട്സ്വാനയിൽ എൻ്റെ ചേട്ടൻ്റെ ഒപ്പം ആണ്. അവിടെ ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. വളരെ സെലക്റ്റീവായിട്ട് അച്ഛൻ സിനിമകൾ ചെയ്യുന്നുള്ളൂ. ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം അച്ഛൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെയാണ് അച്ഛൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും സന്തോഷം കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ. 2016 എനിക്കെന്ന പോലെ നിങ്ങൾക്കും വളരെ നല്ല വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലത് വരട്ടെ.